കേരള പ്രവാസി സംഘം മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെയും ചെട്ടികുളങ്ങര മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെയും ചെട്ടികുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. ചെട്ടികുളങ്ങര തീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതു സമ്മേളനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്യുന്ന നിരവധി പേരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു നല്ല ഏജ് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു മേഖല പ്രവാസി ക്ഷേമമാണ്. അങ്ങേയറ്റം കരുതലോടുകൂടി മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രവാസികൾക്ക് വേണ്ടി പറയുമ്പോൾ ഇപ്പം ലോക കേരള സഭ അടക്കം നടത്തുമ്പോൾ കേവലമായിട്ടൊരു പരിപാടി നടത്തി പോകാന്നുള്ളതല്ല. ഞാൻ അതിനകത്ത് എല്ലാ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന അംഗമെന്ന നിലയിൽ നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വരാനും അവരുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാനൊന്നും പറ്റില്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ രണ്ടുപേരുണ്ട്. അവർക്ക് 5 വർഷം കൊണ്ട് നമുക്ക് എത്ര പരാതി പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ്. 100 കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യാന്ന് പറയാം. ഞങ്ങളൊക്കെ 100 കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 50 ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലാണ് ലോക കേരള സഭ നടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് കേൾക്കാനും അതിനെ അഡ്രസ് ചെയ്യാനും അതിലെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കേരളത്തിലെ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. ഒരു വകുപ്പ് തന്നെയുണ്ട്. ആ വകുപ്പിലൂടെ കേരളത്തിലെ മുഴുവൻ പ്രവാസികളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് നിലവിലുള്ള ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പ്രവാസികൾ എന്ന് പറയുന്ന പ്രവാസികളെ ഒട്ടും തന്നെ പരിഗണിക്കാത്ത ഒരു സംസ്ഥാനമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു വകുപ്പുകളില്ല. നമ്മളുടെ ക്ഷേമനിധി പ്രധാനമായും പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ക്ഷേമനിധിയിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് പ്രവാസി ക്ഷേമനിധി നോർക്ക. എ മഹേന്ദ്രൻ, കെ മോഹൻകുമാർ, സഫീർ പി ഹാരിസ്, അമൃത JS, സുഭാഷ്, സാം പൈനുമൂട് എന്നിവർ ആശംസകൾ നേർന്നു. ഹാഷിം അരിപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിന് S. ശ്രീകുമാർ സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. സംഗമത്തിൽ കെ സോമശേഖരൻ പിള്ള, പ്രഭാകരൻ പിള്ള, സാം പൈനുമൂട് എന്നിവരെ ആദരിച്ചു. രാവിലെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള അദാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രഭാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ജോർജ് വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഹരിഹരൻ നായർ സ്വാഗതം ആശംസിച്ചു. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ പ്രവാസി സംഗമം അനുമോദിച്ചു. പ്രവാസി സംരക്ഷണത്തിന് കേരള സർക്കാർ നൽകുന്ന വിവിധ പദ്ധതികളും പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള പ്രോത്സാഹനവുമായി മാറി ഒരു ദിവസം നീണ്ടുനിന്ന പ്രവാസി സംഗമം. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.